സുഹൃത്തുക്കളെ, ശക്തി എന്ന വാക്കിന് നിങ്ങൾ നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? മൂർച്ചയേറിയ നഖങ്ങളോ, ഇരയെ കടിച്ചു കീറുന്ന കൂർത്ത പല്ലുകളോ, അതോ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഇരപിടിക്കുന്ന വേട്ടക്കാരോ? നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കഥയുണ്ട്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന്. അവന്റെ ഒരു ഗർജനം കേട്ടാൽ കാട് വിറയ്ക്കുമെന്ന്. എന്നാൽ ഇന്ന് ഈ നിഗൂഢമായ രാത്രിയിൽ നമ്മൾ ആ പഴയ കഥകളെയെല്ലാം തിരുത്തിക്കുറിക്കാൻ പോവുകയാണ്. സിംഹത്തിന്റെ നഖങ്ങൾക്കും കടുവയുടെ വേഗതയ്ക്കും തകർക്കാൻ കഴിയാത്ത കാടിന്റെ യഥാർത്ഥ അധിപൻ മറ്റൊരാളാണ്. അവൻ നടന്നു നീങ്ങുമ്പോൾ ഭൂമി കുലുങ്ങും. അവനു മുന്നിൽ കാട്ടിലെ ഏത് ക്രൂരനായ വേട്ടക്കാരനും വഴിമാറി നിൽക്കും. അതെ, വലിപ്പം കൊണ്ടും കരുത്തുകൊണ്ടും കരയിലെ ജീവികളിൽ ഏറ്റവും അജയ്യനായ ആ നിഗൂഢ ശക്തിമാനെ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ പലപ്പോഴും വിചാരിക്കും ആഫ്രിക്കൻ കാടുകളിലെ കാണ്ടാമൃഗങ്ങളോ അല്ലെങ്കിൽ നദികളിൽ പതിയിരിക്കുന്ന ഭീമൻ മുതലകളോ ആയിരിക്കും കരയിലെ ഏറ്റവും വലിയ ശക്തിമാന്മാരെന്ന്. ശരിയാണ്, ആയിരക്കണക്കിന് കിലോഗ്രാം കടിച്ചു ചതയ്ക്കാനുള്ള ശേഷി ബൈറ്റ് ഫോഴ്സ് ഒരു മുതലയ്ക്കുണ്ട്. ഒരു കാണ്ടാമൃഗത്തിന്റെ കുതിച്ചുചാട്ടം ഏതു പാറയെയും തകർക്കാൻ പോന്നതാണ്. എന്നാൽ ശാസ്ത്രലോകം കാടിന്റെ ആഴങ്ങളിലേക്ക് നടത്തിയ ഗവേഷണങ്ങൾ ചെന്നെത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു സത്യത്തിലാണ്. അമാനുഷികമായ പേശിബലവും ടണ്ണുകളോളം ഭാരം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയാൻ ശേഷിയുമുള്ള ഒരു ജീവി. അവനൊരു സസ്യബുക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. മാംസം കഴിക്കുന്നവനല്ല, കാട്ടിലെ ഇലകളും മരച്ചില്ലകളും തിന്നു ജീവിക്കുന്ന ഒരു ജീവിയാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കരുത്തൻ. ആഫ്രിക്കൻ ബുഷ് എലിഫന്റ്. അതെ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ശരിയാണ്. നമ്മൾ സംസാരിക്കുന്നത് ആഫ്രിക്കൻ ബുഷ് എലിഫന്റ് കുറിച്ചാണ്. കരയിലെ ഏറ്റവും ഭാരമേറിയതും ശക്തവുമായ ജീവി. കേൾക്കുമ്പോൾ ഒരു സാധാരണ ആനയല്ലേ എന്ന് തോന്നാം. എന്നാൽ ഇവന്റെ ശക്തിയുടെ കണക്കുകൾ നിങ്ങളെ ഞെട്ടിക്കും. വലിപ്പമുള്ള ഒരു ആഫ്രിക്കൻ ആനയ്ക്ക് ഏകദേശം 6000 മുതൽ 7000 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. അതായത് ഒരു ചെറിയ ട്രക്കിന്റെ അത്രയും ഭാരം. ഇവന്റെ തുമ്പിക്കൈ മാത്രം ശ്രദ്ധിക്കൂ. അതിൽ 1,00,000-ലധികം പേശികളാണുള്ളത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെ 600-ൽ പരം പേശികളുള്ളപ്പോഴാണ് ഈ ജീവിയുടെ തുമ്പിക്കൈയിൽ മാത്രം 1,00,000 പേശികൾ. ഈ ഒരൊറ്റ തുമ്പിക്കൈ കൊണ്ട് മാത്രം അവന് 300 കിലോഗ്രാമിലധികം ഭാരം അനായാസം ഉയർത്താൻ കഴിയും. വലിയ മരങ്ങളെ വേരോടെ പിഴുതെറിയാൻ ഇവന് നിമിഷങ്ങൾ മാത്രം മതി. സിംഹക്കൂട്ടങ്ങൾ വളരെ പട്ടിണിയിലാകുമ്പോൾ വലിയ മൃഗങ്ങളെ വേട്ടയാടാറുണ്ട്. എന്നാൽ പൂർണ്ണവളർച്ചയെത്തിയ ഒരു ആഫ്രിക്കൻ ആനയ്ക്ക് മുന്നിൽ വരാൻ ഒരു സിംഹക്കൂട്ടവും ധൈര്യപ്പെടില്ല. കാരണം അവന് നേരെ വരുന്ന ഏത് ശത്രുവിനെയും ചവിട്ടിമെതിക്കാനും തന്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് കുത്തിപ്പിളർക്കാനും അവന് സാധിക്കും. അവന്റെ ചർമ്മത്തിന്റെ കനം മാത്രം 2.5 സെന്റിമീറ്ററാണ്. സിംഹത്തിന്റെ നഖങ്ങൾക്കോ കടുവയുടെ പല്ലുകൾക്കോ ആ ചർമ്മം ഭേദിക്കുക അസാധ്യമാണ്. കാട്ടിലെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഇവനാണ്. ഇവൻ കുടിക്കാൻ വെള്ളം തേടി നടക്കുമ്പോൾ മറ്റെല്ലാ ജീവികളും വഴിമാറി നിൽക്കുന്നു. പ്രകൃതിയിലെ ഏറ്റവും ശാന്തനായ, എന്നാൽ കോപിച്ചാൽ പ്രപഞ്ചത്തെപ്പോലും നടുക്കാൻ പോന്ന കരുത്തുള്ള യഥാർത്ഥ ബാഹുബലി. അപ്പോൾ സുഹൃത്തുക്കളെ, ശക്തി എന്നത് മറ്റുള്ളവരെ വേട്ടയാടി ചോര കുടിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് പ്രകൃതിയുടെ സർവ്വകരുത്തും തന്നിലുണ്ടായിട്ടും ശാന്തനായി ജീവിക്കാൻ കഴിയുന്നതിലാണ് എന്ന് ഈ ഭീമൻ ജീവി നമ്മളെ പഠിപ്പിക്കുന്നു. സിംഹമല്ല, കരയിലെ യഥാർത്ഥ രാജാവ് ഈ കാട്ടുനായകൻ തന്നെയാണ്. ഈ നിഗൂഢമായ സത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ കൂടുതൽ വിചിത്രമായ രഹസ്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ യാത്ര പോകുന്നതായിരിക്കും. അതുവരെ ഗുഡ് നൈറ്റ്.